സോഷ്യൽ മീഡിയയിലെ താരമാണ് ദിയ കൃഷ്ണ. യൂട്യൂബ് ചാനലിലൂടെ ജനശ്രദ്ധ നേടിയ ദിയ ഇന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ്. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളാണ് ദിയ. അച്ഛനെപ്പോലെ ദിയയും സഹോദരിമാരും വിവാദങ്ങളിലും അകപ്പെടാറുണ്ട്. അച്ഛന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെ ദിയ അനുകൂലിക്കുന്നുണ്ട്. അടുത്തിടെ കൃഷ്ണകുമാർ നടത്തിയ ജാതീയ പരാമർശത്തെ ദിയ പിന്തുണച്ചതും വിവാദമായി. എന്നാൽ വിമർശനങ്ങളെ ദിയ കാര്യമാക്കുന്നില്ല. ജീവിതത്തിലെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് ദിയ കടന്നു പോകുന്നത്. പങ്കാളിയായ അശ്വിൻ ഗണേഷിനൊപ്പമുള്ള ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയ. അധികം വൈകാതെ ഇവരുടെ വിവാഹമുണ്ടാകുമെന്ന് സൂചനയുമുണ്ട്. സുഹൃത്തായിരുന്ന അശ്വിനുമായി ദിയ പതിയെ അടുക്കുകയും പിന്നീടത് പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു. പ്രണയകാലം ആസ്വദിക്കുകയാണ് ദിയയും അശ്വിനും ഇപ്പോൾ. അശ്വിനൊപ്പമുള്ള വീഡിയോകൾ ദിയ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കാറുണ്ട്. തൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരാളിട്ട കമൻറ്റിന് ദിയ നൽകിയ മറുപടിയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. അശ്വിനൊപ്പമുള്ള യാത്രയുടെ വീഡിയോയാണ് ദിയ പങ്കുവച്ചത്. താനും അശ്വിനും താമസിച്ച ഹോട്ടലും ദിയ കാണിക്കുന്നുണ്ട്. ഹോട്ടൽ മുറിയിൽ 2 ബെഡുണ്ട്. നീ അവിടെ കിടന്നോ, ഞാൻ ഇവിടെ കിടക്കാം എന്ന് ദിയ അശ്വിനോട് പറയുകയും ചെയ്തു. ഈ വാക്ക് ചൂണ്ടിക്കാണിച്ചാണ് ഒരാൾ കമൻ്റ് ഇട്ടത്. താൻ അപ്പുറത്ത് കിടന്നോ, ഞാൻ ഇപ്പുറത്ത് കിടക്കാം, അമ്പോ വിശ്വസിച്ച് എന്നാണ് ഒരാളുടെ കമന്റ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തമാശയായി പറഞ്ഞ ഈ കമന്റ് ദിയക്ക് ഇഷ്ടപ്പെട്ടില്ല. കമന്റ് ഇട്ടയാൾക്കെതിരെ തിരിച്ച് കമന്റ് ഇട്ടു. നിനക്ക് നർഗാസം എന്നതിന്റെ സ്പെല്ലിംഗ് എങ്കിലും അറിയുമോ എന്നാണ് ദിയ ഇയാളോട് തിരിച്ചു ചോദിച്ചത്. താൻ തമാശയായി പറഞ്ഞതാണെന്നും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും കമന്റിട്ടയാൾ മറുപടി നൽകി. പിന്നാലെ ദിയക്ക് നേരെ വിമർശനങ്ങൾ വന്നു. ഒരാൾ തമാശയായി പറഞ്ഞതിന് ഇത്രയൊക്കെ വേണോ എന്നാണ് ഇവരുടെ ചോദ്യം. അഹങ്കാരമാണ്. നമ്മൾ വീഡിയോ കാണുന്നത് നിർത്തിയാൽ ദിയയുടെ അഹങ്കാരം തീരുമെന്ന് കമന്റുകൾ വരുന്നുണ്ട്. എന്തിനാണിത് കാര്യമായി എടുക്കുന്നത്? അവൻ തമാശയായി പറഞ്ഞതല്ലേ. ഈ വ്യൂവേഴ്സ് പോയാൽ യൂട്യൂബ് പൂട്ടി വീട്ടിൽ ഇരുന്ന് കഞ്ഞിയും പയറും തിന്നാം. പഠിച്ച് ഒരു ജോലിയില്ല, ഒരൊറ്റ സിനിമയിലും കണ്ടിട്ടില്ല എന്നാണ് ഒരാളുടെ കമന്റ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ.